വരുൺ, അവള് വാതിൽ തുറക്കുന്നില്ലെങ്കിൽ ചവിട്ടി തുറക്കടാ. എടുത്തി വാതിൽ തുറക്കാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാനത് ചവിട്ടി വിളിക്കാം അങ്ങോട്ട്. ആരാ വരുണകത്ത്? നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ നാണക്കേടാച്ച. ഇറങ്ങി പോടാ. ഇറങ്ങി. ചെറിയമ്മയ്ക്ക് അവന്റെ ഒപ്പം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഇറങ്ങിക്കോണം. അല്ലാതെ മകൻ ശിക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ സ്ഥാനം എനിക്ക് പ്രശ്നമല്ല. കൽപ്പനെ, ഈ നിമിഷം നിന്നെ ഇവിടെ നിറക്കേണ്ടതാ. പക്ഷെ പാതിരാത്രി ഒരു പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കപ്പെടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മാത്രം ക്ഷമിക്കുക. ഈ ഒരു രാത്രി നാളെ നേരം വെളുത്താൽ നിന്റെ സാധനങ്ങൾ എന്താന്ന് വെച്ചാ എടുത്ത് ഇറങ്ങിക്കൊള്ളണം ഇവിടുന്ന്. കേട്ടല്ലോ? ഇവരാരും അറിയാതെ ഏട്ടത്തിക്ക് പറ്റിയ തെറ്റ് ഞാൻ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതല്ലേ? എന്നിട്ടെങ്കിലും ഈ കുടുംബത്തെക്കുറിച്ചോ ഏട്ടനെക്കുറിച്ചോ ഒന്ന് ചിന്തിക്കായിരുന്നില്ലേ? അവള് ശീലിച്ചതല്ലേ അവക്ക് സാധിക്കാൻ പറ്റുള്ളൂ. ചെല്ലടി, ചെന്ന് നിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. പക്ഷേ നിന്റെ സ്ഥാനം നിനക്ക് നഷ്ടപ്പെടുന്നു വന്നപ്പോ ഞങ്ങളൊന്ന് പേടിച്ചു. അത് കാരണം എന്റെ ഭർത്താവ് ജയിലില്ല. എന്റെ മകൻ എന്നേക്കുമായി ഈ വീടിന് പുറത്തേക്ക് പോയി. തൃപ്തിയായില്ലേടി നിനക്ക്? എന്റെ മകൻ അങ്ങനെ ഒരു പെണ്ണിന്റെ മുമ്പില് മയങ്ങി വീഴുന്നവനൊന്നും അല്ല. പക്ഷെ നീ അവനെ മയക്കിയെടുത്തു. അവനെ അടിച്ചു പുറത്താക്കുമ്പോ എനിക്കൊരു വാക്ക് മിണ്ടാനുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കേണ്ടത്? നിന്നെ പോലൊരു വൃത്തികെട്ട പെണ്ണിന്റെ മുറിയിൽ നിന്ന്
ഏട്ടനും ഏട്ടത്തിയൊക്കെ പറഞ്ഞല്ലോ നാളെ നേരം വെളുത്താ നിന്നെ ഇവിടെ കൊണ്ടുപോകരുതെന്ന്. ഇറങ്ങി പൊക്കോടെ ഇവിടുന്ന്. കണിമംഗലത്തെ നിന്റെ വാസം അവസാനിച്ചു എന്നേക്കുമായിട്ട്. ചെറിയമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, വേറെ എന്തും ഞാൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷേ എന്റെ മകനെയാ നീ ഇല്ലാതാക്കിയത്. ഏ, അനാവശ്യം പറയരുത്. പറയുന്നത് അനാവശ്യം. പക്ഷെ അനാവശ്യം ചെയ്യുന്ന ഒരുത്തി ഈ കുടുംബത്തിൽ തന്നെയുണ്ട്. ചെറിയമ്മേ, അങ്ങനെ ഒരു കണ്ണോടെ ഞാൻ ഗൗതമനെയോ ഗൗതം എന്നെയോ നോക്കുന്നത് ചെറിയമ്മ കണ്ടിട്ടുണ്ടോ? എന്റെ ആങ്ങളെന്നല്ലാതെ അവനെ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതൊക്കെ സത്യ. പക്ഷേ അവനെ നിന്റെ മുറിയിൽ നിന്ന് പിടിച്ചു എന്നുള്ളത് അതിനേക്കാൾ വലിയ സത്യ. ആ, അതെ, ഞാനും ഗൗതമും ഒരു മുറിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു തെറ്റ് നടക്കണമെന്ന് നിർബന്ധമുണ്ടോ? നടന്നത് എന്താണെന്ന് ചെറിയമ്മയ്ക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതല്ല, പറയാൻ അനുവദിക്കില്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ഞാനിവിടെ ഇറങ്ങിക്കോളാം. കേക്കട്ടെ, എന്താ നിനക്ക് പറയാനുള്ളതെന്ന് അറിയണമല്ലോ.